ഹായ് ഗൈസ്, ഇന്ന് കോഴിക്കരയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അടുത്ത സാധനം ഇവിടെ നമ്മൾ കടലും കായലും കൂടി ഒന്നിച്ച് ചേരുന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നേക്കും. അപ്പുറത്താണത്. അപ്പം വണ്ടി കൊണ്ട് ഇതവിടെ ഒതുക്കിയിട്ട് കുറച്ച് പിള്ളേർ വെള്ളത്തിനകത്ത് കയറി നിൽക്കുന്നു. അപ്പം അങ്ങോട്ടൊക്കെ ചുമ്മാ പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ച്. ഭയങ്കര തിരക്ക് കേട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതിൻ്റെയും പിന്നെ ഇന്നലെ പെരുന്നാളായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ കുറേ അണ്ണന്മാരൊക്കെ ചൂണ്ടയിടുന്നത് കാണാം. യെസ്, അപ്പം നോക്കാം ഇന്ന് നമ്മൾ എന്തൊക്കെ കാണുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് വരാം. ഓക്കെ. ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെ ആക്ച്വലി ആഴം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലാമരൊക്കെ അങ്ങ് നിന്നാണ് കായലിനകത്ത് നിന്ന് കിടന്ന് നീന്തി കളിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു വലിയ ആഴമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് എണ്ണമാർ ചൂണ്ടയിടുന്നുണ്ട്. അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടുമായിരിക്കും. നമുക്ക് ഒരു ദിവസം പറ്റുമെങ്കിൽ ചൂണ്ടയിടുന്നൊരു സാധനം ചെയ്യാം. ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കും. എനിക്കൊന്നും ഇനി അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അത് പറ്റുമോ നോക്കാം. ഇപ്പോൾ വീണാനെ കൊള്ളല്ലേ. ഇവിടെയൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും ചിലപ്പം. ഞാൻ പറഞ്ഞ് മറ്റേ ആനക്കൊണ്ട സിനിമയ്ക്കകത്ത് ആനക്കൊണ്ട പിടിക്കാവുന്ന സ്ഥലം പോലെയൊക്കെ ഉണ്ട്. ആ ശരിയാ, ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. വാ എടാ ഇറിക്കാം. ഇവിടെ അതെ അപ്പുറത്ത് ആണ് കറക്റ്റ് നമ്മൾ കണ്ടത്. കായലും കടലുമായിട്ട് ഇങ്ങനെ ചേർന്ന് നടക്കുന്നത്. അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതെ ഇതൊക്കെ നമ്മുടെ ലക്ഷ്മിയുടെ ഏരിയ. ഇതെല്ലാം ലക്ഷ്മിയുടെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതെ ഇവിടെ തന്നെ അളിയാ നമ്മൾ കണ്ട ഇത് തന്നെ ഫൈനലി നമ്മൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ. അതെ സംഭവം ഇത് തന്നെയാണ്. കടല് ഇത് കടലാണ്. ഇവിടെ അങ്ങോട്ട് കായലാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയും കുറേ പേര് ഇവിടെ അത്യാവശ്യം ആള് നല്ല രീതിയിലുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളും. കൂടുതൽ ആൾക്കാർ എനിക്കൊന്ന് ചൂണ്ടയിടാനായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ വരുന്നവർ കൂടുതലായിരിക്കും. കൊള്ളാം. നമുക്ക് കുറച്ചും അങ്ങോട്ടും നടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഇതേ ഇത്ര നേരം വെയിലില്ലായിരുന്നു, ഇപ്പം നല്ല വെയിൽ. നമ്മൾ ഒരു റീലിലൊരു സംഭവം കണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് ഇങ്ങനെ തപ്പി പോവാം. നോക്കാം. ഓ ഇവിടെ എല്ലോടാ. നോക്കി നടക്കണം കേട്ടാ. ഇന്നുണ്ടേ കയറിയിട്ടാ.
അങ്ങോട്ടെന്തോ മൊത്തം വേറെ എണ്ണ ഇവിടെ. നീ അങ്ങോട്ട് നോക്കിയേ, അവിടെ കാണുവാണെങ്കിലോ ഇനി അല്ലേ? അങ്ങോട്ടായിരിക്കും, അതായിരിക്കും അപ്പം. അപ്പം അത് റോഡ് സൈഡാണ്. അവിടെ വണ്ടി വെച്ചിട്ട് എനിക്കൊന്ന് അവിടെ അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ അല്ലേ? ഇവിടെ നല്ലോണം വെള്ളം തെറിക്കും കേട്ടോ. നമ്മൾ സ്റ്റിൽ സെർച്ചിങ് ഫോർ ദാറ്റ് പ്ലേസ്. അപ്പോൾ ജേർണി കണ്ടിന്യൂസ്. ഉണ്ടല്ലേ? യെസ്. സൂക്ഷിച്ചാണേ. ഞാൻ ആ അറ്റത്തോട്ട് എത്തിയിട്ട് വരാൻ കഴിച്ചു. നീ വിട്ടോ? ഞാനില്ല. ആ അതെ. സിംബ അത് ഞാൻ കണ്ടില്ല, എനിക്ക് കാണണം. ആണോ? നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്, നോക്കാം. അപ്പോൾ നമുക്കെന്തോന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയില്ലേ? നമ്മൾ മറ്റേ പൈനാപ്പിൾ തോട്ടത്തിലൊക്കെ അന്ന് കയറി ചെന്നില്ല. അവിടെ കുറേ ആൾക്കാർ ഉള്ളല്ലേ? എടാ ചെറിയ കണക്കാം. വീട്ടിൽ ഇരുന്നൊരു ഊപ്പാടായി സത്യം പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തോന്നുന്ന ഒന്ന് കാര്യങ്ങൾ ഇല്ലില്ല. ഓ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞു. അയ്യോ എന്താടാ അവിടെ കയറണമല്ലേ? അയ്യോ ശരിയാണ്, ഇത് എന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടാ. ആ അതെ അതെ. നമ്മളിപ്പം നോമാൻസ് ലാൻഡിലായില്ലേ? കൊള്ളാം കേട്ടോ. ഇവിടുന്ന് നല്ല നല്ല കാണാൻ അടിപൊളി അല്ലേ? ഇളകി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോകൂടാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നാട് വിടേണ്ട സമയമല്ലേടാ. വേറെ എന്തോ ഉണ്ട് ഇവിടെ. അങ്ങോട്ടൊക്കെ കൊള്ളാം. ഇതേപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അല്ലേ? അങ്ങ് പശുവൊക്കെ കാണൂടെ, അഴിച്ചോണ്ട് പോയതായിരിക്കും. ഒരു പരിധി ഇറങ്ങുന്നുണ്ടോ? നമ്മൾ തിരികെയാണ്. അടുത്ത സ്ഥലം നോക്കട്ടെ. നേരത്തെ ഒരു സ്ഥലം കണ്ട്, അവിടെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോവാം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് സമാധാനമൊക്കെ കിട്ടി പയ്യെ അങ്ങോട്ട് തെറിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ കല്ലൊക്കെ ഒന്ന് താണ്ടി അപ്പുറത്ത് പോയിട്ട് വരാം. ഓക്കെ. ഒന്നും പറയണ്ട. നമ്മളൊരു 10-15 മിനിറ്റ് കൂടെ വൻ ബ്ലോക്കാണ് കേട്ടോ. മറ്റേ ആ പാലത്തിൽ കൂടെ ഒരു വണ്ടിക്ക് ഒരു സമയത്തിന് പോകാനും പറ്റും. വൻ ബ്ലോക്ക്. നമ്മൾ ഒരു 10-15 മിനിറ്റായിട്ട് ഇവിടെ തന്നെ നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതുമില്ല, വണ്ടി സീനായി ഫുള്ള് പുകയൊക്കെ കയറി എഞ്ചിനീയൊക്കെ പോകുന്നുണ്ട്. വണ്ടികൾ ഇനി പോകാൻ കിടപ്പുണ്ട്. ഇത്രയും കൂട്ടം ബ്ലോക്ക് ഇവിടെ. ഈ പാലത്തിൽ കൂടെ ഒരു വണ്ടി അറ്റ് എ ടൈം ഒരു സൈഡിലെ വണ്ടിയെ പോകാൻ പറ്റും. ഓപ്പോസിറ്റ് ചിലവന്മാർ കൊണ്ടങ്ങിടും, പെട്ടെന്ന് കയറിപ്പോൻ ബുദ്ധിമാന്മാർ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് ബ്ലോക്കാവും. എന്തോടാ? ആ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ബൈക്കിൽ വന്നോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് വരാൻ പറ്റും. ഇതുകൂടെ ഇത് ഒത്തിരി ഉണ്ടല്ലോടാ. പിന്നെ വണ്ടികളൊക്കെ വീട്ടിൽ പോകാൻ പറയാം. ആ വണ്ടികൾ ഇനിയും ഇവിടെ വരെ ഉണ്ടെന്ന് തോന്നുന്നതാണ്.
അതായത് ഇത്രയും ബ്ലോക്കാണ്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. നമ്മളൊരു 10-15 മിനിറ്റോളം അവിടെ കിടപ്പായിരുന്നു, ഒരു 10-15 മിനിറ്റോളം. ഇനി നമ്മൾ എങ്ങോട്ട് പോകാനായിരുന്നല്ലേ ഇറങ്ങിയത്? അവിടെ പോയിട്ട് വരാം. എനിക്ക് തോന്നുന്നു ഇതും അറിയത്തില്ല അതാണോ എന്ന്, പക്ഷേ കൊള്ളാം. നമ്മൾ സാധാരണ പോയിരിക്കുന്ന സ്ഥലങ്ങളിലെക്കാട്ടി കൊള്ളാം. അത്യാവശ്യം നല്ല വൈബും ഒരു കാംനെസ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഞാനീ പറയുന്നതൊക്കെ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല, കാരണം നല്ല കാറ്റുണ്ടായതുകൊണ്ട് വിൻ നോയ്സ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പയ്യൊരു മൈക്കൊക്കെ സെറ്റ് ആക്കണം. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു. വീട്ടിൽ ഇരുന്നിട്ട് ഇന്ന് അവധി ദിവസമല്ല, ഞായറാഴ്ച, വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ചുമ്മാ ഇറങ്ങിയതാ, ജസ്റ്റ് പ്രത്യേകിച്ച് ഇന്നൊന്നുമില്ല. നമ്മളെ കുറച്ച് ഒരു 1.5-2 മണിക്കൂറായില്ലടാ. വേറെ ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നൊരു 1.5-2 മണിക്കൂർ വെറുതെ ഇരുന്ന് ചില്ലൊക്കെ ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് സൺസെറ്റൊക്കെ കണ്ടു. ഞങ്ങളിവിടെ നിന്ന് തെറിക്കാൻ പോകുന്നു. പറ്റുമെങ്കിൽ എന്തെങ്കിലും നൈസിന് വല്ലതും കഴിച്ചിട്ടാണ് വീട്ടിൽ പോകണം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നോക്കാം, നമുക്ക് ഒരു മറ്റേ കഫേ കയറണം. അതിൽ നമ്മളാ പോകുന്ന വഴിയിലെ തട്ടാമലയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കയറണം. എന്തായാലും നോക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് ഇന്ന് അതേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ പിന്നെയും കൈ അങ്ങോട്ട് പോയി, ഇതുവരെ ഇല്ലായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ. അതെ. അങ്ങനെ നമ്മൾ മുസ്തഫാൻ്റെ ഇടയിലെത്തി. ഇവിടെ ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കരിക്ക് വെച്ചുള്ള, സൂപ്പറാണ്. നമ്മൾ സ്ഥിരം, അതെ, അതാണ് നമ്മുടെ ഫേവറിറ്റ്. നമ്മൾ സ്ഥിരം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കാണിച്ചു തരാം. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്ന തട്ടാമല കേട്ടോ. എനിക്കറിയാം, ഭൂരിഭാഗം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. ആണല്ലേ? അപ്പോൾ കുഴപ്പമില്ലടാ, നമുക്ക് ഒന്നുമില്ല, നല്ല സാധനങ്ങൾ വരുന്നതായിരിക്കും. എടാ, ഇവിടെ ഉള്ളവന്മാർക്കെല്ലാം അറിയായിരിക്കും സാധനം. വേണ്ട, തട്ടാമല, നമ്മുടെ മേവറം. അതെ, വല്ലപ്പോഴും കുഴപ്പമില്ലല്ലോ. ഇന്നലെ നമ്മളെന്താ കഴിച്ചത്? ഇന്നലെ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. ഇന്നലെ അല്ലടാ, രാമരുമായിട്ട്. ഇന്നലെയാണോ? അല്ലേ, ഓർമ്മയില്ല. ഇവിടെ നിന്ന് ചെന്നാൽ മേവറം നമ്മുടെ മെയിൻ ഹൈവേ ആണ്. വെള്ളിയാഴ്ച മെയിൻ. കുഴപ്പമില്ല, വെട്ടം വേണ്ടൊന്നും കാണാൻ വയ്യ. നമുക്ക് പോയി അവിടെ നിന്നുള്ള വെട്ടോടാ പോയി കുടിച്ചിട്ട് വരാം. രണ്ട് അവക്കാടോ കരിക്ക്. മേടിച്ചോണം. ബ്രോ മുഖം കാണിക്കും ബ്രോ. എങ്ങനെയുണ്ടാ? ഇങ്ങോട്ട് നോക്കടാ. സൂപ്പർ സാധനം, നല്ല മധുരം. അടങ്ങടാ, നല്ല അവക്കാടോ, ഒറിജിനൽ അവക്കാടോ ഇട്ട് അടിച്ചു തരുന്ന സാധനം. സാധനം കൊള്ളാം. ജനുവലി സത്യമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ സ്ഥിരം വരുന്നതാണ്. പല ഒരു ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ. ഇല്ലേടാ? എന്തോറ്റി? ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്ത് ആണോ? ഒരെണ്ണം കൂടി മിക്കവാറും മേടിക്കും. ഇഷ്ടംപോലെ ഫ്ലേവർ ഉണ്ട്. പിന്നെ സാധാരണ വരുമ്പം 2 എണ്ണമാണ് പതിവ്. നീ ഇത് മേടിക്കണമെന്നുള്ള കൺഫ്യൂഷനില്ല. എന്ത് മേടിക്കൂടാ? മാങ്കോ. ഞാൻ ചിലപ്പോൾ വേറെ ആയിരിക്കും മേടിക്കുന്നത്. അല്ല, നമുക്ക് നോക്കാം. അടുത്ത നമ്മളൊരു സ്ട്രോബെറിയാണ് മേടിച്ചു. പെട്ടെന്ന് കിട്ടുന്ന ഇതായതുകൊണ്ട് അവിടെ വരെ കുടിച്ചു. ഓ അങ്ങനെ ഉണ്ടാ? സ്ട്രോബെറി അങ്ങനെ ഉണ്ട്, കൊള്ളാവോ? അവക്കാടോ അല്ലേ അടിപൊളി. അപ്പം സ്ട്രോബെറി എത്ര കൊടുക്കും? 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 7? 6? അവക്കാടോ അല്ലേ അടിപൊളി. അപ്പം സ്ട്രോബെറി എത്ര കൊടുക്കും? 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 7? 6? അപ്പോൾ 10-ൽ 6 ഉള്ളൂ കേട്ടോ. ഇത് തട്ടിയിട്ട് വരാം. ബാക്കിലോട്ട് ശരിയാ, സ്ട്രോബെറിയുടെ ടേസ്റ്റ്. ശരിയാ, അത് പോരാ. അവക്കാടോടെ അത്രയും പോരാ. നമ്മൾ ഇവിടുന്ന്
ബ്ലാക്ക് കറണ്ട്, ഡേറ്റ്സ്, മാംഗോ, അവക്കാഡോ കുടിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെ കുടിച്ചിട്ടുണ്ടാ? ബ്ലാക്ക് കറണ്ട്, ഡേറ്റ്സ്, അവക്കാഡോ, മാംഗോ. അത് വെച്ച് നോക്കുമ്പം പിന്നെ സ്ട്രോബെറി. ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇതാട്ടോ ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ് അവക്കാഡോ. പിന്നെ ഡേറ്റ്സും ബ്ലാക്ക് കറണ്ടും ഒക്കെ നല്ലതാണ്. ഇത് പോരാ 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 ഒരു 6. ശരി, ഇന്നിപ്പം അറിഞ്ഞെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പോകും. ശരി ആ ശരി. കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചോ. എനിക്ക് നമ്മൾ അതൊന്ന് കലക്കണം. ഇപ്പോഴാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് തരണം. കരിക്കുന്നില്ല. അണ്ണൻ 2 അടിയൊക്കെ ഇട്ട് അടിച്ചായിരുന്നു, പക്ഷെ അന്നാലും കലങ്ങത്തില്ല. കലങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ 2 കലങ്ങി ഇറങ്ങി പോകുന്നുണ്ടല്ലോ, സത്യം അറിയാൻ പറ്റും. ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ആ തണുപ്പും മധുരമൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നത്. പിന്നെ ഇതിനകത്ത് അവർ കറക്റ്റ് നമ്മുടെ നാടൻ ഇളനീരിൻ്റെ കരിക്കാണ് ഉപയോഗിക്കുന്നത്. ചുരണ്ടി ഇട്ടിട്ട് അടിക്കുന്നതാണ്. എന്താ ഒരു ഫ്രൂട്ടിൻ്റെ ആ സാധനങ്ങളുടെ അരിയൊക്കെ ഇതിനകത്ത് കിട്ടും അല്ലേടാ? എനിക്ക് കിട്ടിയില്ലായിരുന്നു. കരിക്കല്ലേ ചരണ്ടി എടുക്കുന്നത്? സ്ട്രോബെറി ഉണ്ടല്ലോടാ അതിനകത്ത്. പിന്നെ പള്ളിക്കുടി കുടുങ്ങിയില്ലായിരുന്നു. സാധനം നല്ല ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ വന്ന് കുടിച്ചു നോക്കിയോ. നമ്മുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഈ കേരളം മൊത്തം കിടക്കുന്നുണ്ടേ. കൊല്ലത്ത് വരുമ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ. ഏസമാറാ സൂപ്പർ സ്വർഗം. ലൈറ്റൊക്കെ ഇട്ട്. ഓക്കെ ഗൈസ്, ബൈ.